ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരും ചെമ്മൻ്റെ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ സച്ചി ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ പോയി പെട്ടെന്ന് അടിക്കുവാണ്. നീ എവിടെ പോയി കിടക്കുവാണല്ലോ എത്ര നേരം, നിന്നെ ഓർത്തുകൊണ്ട് ഒരു കൊച്ചിനുണ്ട്, എവിടെയൊക്കെ പോയെന്നാണ് അവൾ എന്താ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഇത്ര നല്ല ഫുഡ് പോലും കഴിച്ചിട്ടില്ല, നിനക്ക് എന്നെ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛാ അത് ഞാൻ അത്യാവശ്യം ഒരു ഓട്ടം പോകുന്നത്, ഓട്ടമായി പറഞ്ഞിട്ട് പോകത്തില്ല എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ അത് ഫോണ് ചാർജ് തീർന്നു നിനക്ക് വണ്ടിയിൽ ചാർജർ ഉണ്ട്, അല്ല അച്ഛാ ചാർജർ എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോന്നിനും ഓരോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നിനക്ക് ഒന്ന് അവൾ എത്ര നേരം ഇവിടെ നിന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമോ? കാരണം എവിടെയൊക്കെ പോയെന്നറിയാം, നീ എന്തിനാ ചിന്തിക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്ക് അച്ഛാ സോറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഇത് മേലെ ആവർത്തിച്ച് വരും, നീ ഞാനും അവളും കൂടെ എന്തൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ അന്വേഷിച്ച് എത്ര നേരം വിളിച്ചുകൊണ്ടിരുന്നു, നിനക്ക് ബോധമില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടൊരു അടിയൊക്കെ കൊടുത്തിട്ട് പോവാണ്. അപ്പം നിനക്ക് വേദനിച്ചോളം ചോദിച്ചു. ഇല്ല അച്ഛനെല്ലാം അടിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് സച്ചി രേവതി വിളിച്ചിട്ട് എന്നിട്ട് പോയി ഒരിടത്ത് ഇരിക്കും, രേവതി വാ എന്നാൽ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞു. ഇവിടെ ഇരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചേട്ടൻ ഒരു മനസാക്ഷിയില്ല, സച്ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ എന്ന് പറഞ്ഞു. അത് പറയാൻ പറ്റാത്ത അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയോണ്ടാന്നൊക്കെ പറയും. അല്ല ചേട്ടനെ എന്നെക്കുറിച്ച് അറിയത്തില്ലേ, ചേട്ടൻ്റെ രാവിലെ തൊട്ട് ഞാൻ എവിടെയൊക്കെ പോയെന്നറിയാമോ, എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ, ചേട്ടൻ എന്തായിട്ട് എങ്ങനെ പറയാണ്ട് പോയെന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല നീ ഒരു കാര്യം, നീ ഇന്നലെ പറഞ്ഞില്ലേ എന്നെക്കാട്ടി ക്യാഷ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഇത് കൊണ്ടോ 8,000 രൂപ ഉണ്ട്, ഇത് ഇന്ന് ഓഡിയോ കാശാണ്, 8,000 രൂപ ഉണ്ടെന്ന് പറയുമ്പോൾ നീ പറഞ്ഞില്ലേ നീ എന്നെക്കാട്ട് ക്യാഷ് ഒരു ദിവസം ഉണ്ടാക്കി, അതുപോലെ എന്നെക്കാട്ടും ക്യാഷ് നീയാണ് ഉണ്ടിയിലിടുന്നതെന്ന് പറഞ്ഞില്ലേ, ഈ 8,000 രൂപ എന്നാ പിടിച്ചോന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ സച്ചിയേട്ടൻ എന്നോട് വാശി കാണിച്ചിട്ട് പോയതല്ലേ, ഞാൻ 8,000 രൂപ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 7,000 രൂപ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വാശി കാണിച്ചിട്ട് പോയതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല ഞാനെന്തെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഇല്ല സച്ചേട്ടൻ എന്നോട് വാശി കാണിച്ച്. സച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് നിന്നിട്ട് ഈ ക്യാഷും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എന്തു കാര്യങ്ങളും പറഞ്ഞ് ഷെയർ ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ സച്ചേട്ടനോട് അങ്ങനെ പറഞ്ഞ്. സച്ചേട്ടൻ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല അത് നിന്നോടല്ല, ഞാൻ അമ്മയോടാണ് പറഞ്ഞത്. അമ്മയോടോ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ മേലെ വന്ന ടെറസ് കോണിപ്പടി വന്നിട്ട് നോക്കുന്നുണ്ട്, അതായത് സ്റ്റെയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവർ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രമതി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ചന്ദ്രമതിയിൽ ചെന്നിട്ട് പറയാം, അമ്മേ അവിടെ നിന്നേ, നിങ്ങൾ അവിടെ നിന്നേന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിർത്തിയിട്ട് അതാ ഇത് കണ്ടോ 8,000 രൂപ, നിങ്ങൾ പറഞ്ഞില്ല സച്ചി അടിമയായിട്ട് ജീവിക്കും, അതുപോലെ ഞാൻ എപ്പോഴും താനെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ, ഞാൻ സച്ചി ഇത്ര നാൾ അടിമയായിട്ട് മുമ്പേ നിന്നിട്ടില്ല, അതുപോലെ ഇനിയും നിൽക്കത്തില്ല, എന്നാ അവളെന്നെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞില്ല, ഒന്നുമില്ല അത് കണ്ടോ ക്യാഷ് കണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയാം അപ്പം നിങ്ങൾ ഇനിയും മിണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുക, എന്നും നിനക്കിതുപോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ലോ, അപ്പം ഇന്നിപ്പം ഉണ്ടാക്കി, പക്ഷെ എന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം, നിന്നെക്കാട്ടും ഒരു ദിവസം അവൾ ശമ്പളം അങ്ങനെ 7,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും, മര്യാദയ്ക്ക് അവളെ പിടിച്ച് വീട്ടിലിരുത്തുവാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിൻ്റെ കാശ് നീ എപ്പോഴും അടിമയായിട്ട് കിടക്കും എന്ന് പറഞ്ഞ്, അത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അവർ പോവാണ്. അപ്പം പിന്നെ സച്ചി രേവതിർത്ത് വന്ന് പറയും, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെല്ലുവിളി നടന്നില്ലേ, അപ്പം സച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, സച്ചേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നോട് എന്തിനാണ് വാശി കാണിക്കുന്നത്, സച്ചേട്ടൻ എന്നോട് എന്തിനാണ് ഇത് കാണിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം, മറ്റുള്ളവർ അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചിട്ട്, പക്ഷേ നമ്മൾ അങ്ങനെയാണോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അതിനോട് പറഞ്ഞ് അത് പോട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാം, ഇല്ല ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ കഴിച്ചു, നീ കഴിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഇല്ല ഞാൻ കഴിച്ചില്ല കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, സച്ചേട്ടൻ അന്വേഷിച്ച് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ ഒരുപാട് സ്ഥലത്ത് നടന്നു, മാത്രമല്ല ബാറിൽ വരെ പോയി സച്ചിനെ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ പറയാം, ഇനി ഇങ്ങനെ മേലെ ചെയ്യരുത്, മേലെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുമ്പോൾ, നീ ഇത്രയും മാത്രം ടെൻഷൻ അടിക്കും, ഇത്രയും മാത്രം അന്വേഷിച്ച് പോകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതൊക്കെയാലും നീ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഇല്ല ഞാൻ കഴിക്കുന്നില്ല, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി ഇങ്ങനെ കഠിന വാശി നിൽക്കുവാണ്. അങ്ങനെ രേവതി ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോവാണ്. അന്ന് പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ടെറസയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി ഫുഡൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. ഫുഡ് ചെന്നിട്ട് കൊണ്ടുവന്നിട്ട് രേവതി കഴിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല നീ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് മിണ്ടാതിരിക്കാതെ ഇനിയിപ്പോൾ എന്താ ഇതിന് മാത്രം എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ കരഞ്ഞുകൊണ്ടിരുന്ന് വിങ്ങലോടിന്ന് കരയുവാണ്. അങ്ങനെ കരഞ്ഞ് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഭയങ്കര പൂജ നടത്തണം. പൂജ ഇങ്ങനെ നടത്തി പുകയൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് താഴത്തെ നിലയിൽ
രവീന്ദ്രൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ ഈ പുക ഇതിൻ്റെ ഒരു ഭക്തിമയം എന്താ മണിയടി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതേ അപ്പം ചന്ദ്രമതി പറഞ്ഞു അതേ സുതിമോൻ എന്തോ പൂജ നടത്തുക എന്നൊക്കെ പറയാം. അപ്പം എല്ലാവരും ഓടി വരിക, സച്ചിയും രേവതിയും ഒക്കെ ഓടി വരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞുടനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ മണിയോടെ വെച്ചിട്ട് അത് പൂജ ചെയ്ത ദീപമൊക്കെ ആയിട്ട് ഇപ്പോൾ വരുവാണ്. വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് കാര്യം എന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതേ ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നു പറയുമോ. അപ്പം അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ നിൻ്റെ ഭാര്യനെ പുകച്ച് അടിക്കാൻ വേണ്ടിയാണോടാ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. മിനിറ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു പറയും. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം. അതെ ഞാൻ നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നാളെ ഞങ്ങൾ മേടിക്കാൻ പോകുന്ന പുതിയ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കണം, 5 ലക്ഷം രൂപ കൊടുക്കുവാണ്. അത് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇവിടുത്തെ ഈ ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭക്തി മാർഗത്തിലൂടെ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്ക് മേടിക്കുന്നത് 5 കോടിയോ എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കും. 5 ചന്ദ്രമതി രവിയേട്ടൻ നോക്കി എൻ്റെ മോൻ 5 കോടി രൂപയുടെ സ്വത്താൻ മേടിക്കാൻ പോകുന്നത്, വീടാൻ മേടിക്കാൻ പോകുന്നൊക്കെ പറയും. അതിനൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് കാശ് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ ഒരു 5 ലക്ഷം രൂപ ഉണ്ട്, 5 ലക്ഷം നാളെ കൊടുക്കും. മൊത്തം എല്ലാം കൂടെ എടുത്തുനിന്ന് ഒരു 10 ലക്ഷം ഉണ്ട്. കൂടാതെ ഒരു സബ് ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു 20 ലക്ഷം മേടിക്കാൻ അഡ്വാൻസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി 2,70,000 അതിപ്പോൾ 6 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി, എങ്ങനെയും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ട് മേടിക്കുമ്പോഴത്തേക്ക് ലോൺ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞ് പറയുമ്പോൾ ചന്ദ്രമതി അയ്യോ മോനെ നിൻ്റെ ഭാഗ്യമാണ്, നീ ഈ സുതിമോളെ കെട്ടിയ പിന്നെ നിൻ്റെ ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നീ റോക്കറ്റ് പോലെ കുതിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ സച്ചിൻ വെറുതെ കളിയാക്കും. അതായത് ഈ പടക്കം പൊട്ടിക്കുമ്പോഴത്തെ റോക്കറ്റ് ആണെന്നൊക്കെ ചോദിച്ചു കളിയൊക്കെ, നീ പോടാ നിൻ്റെ പണി നോക്കി പോടാന്ന് പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞത്. എൻ്റെ ഇടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ മുമ്പേ ചോദിക്കുന്നുണ്ട് നിൻ്റെ മലേഷ്യക്കാരൻ അമ്മായിപ്പം തന്നാണോടാ ഈ കാശ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി സുധി നിൻ്റെ അച്ഛൻ അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഈ ക്യാഷ് തന്നാണോ എന്നൊക്കെ ഇല്ല ആൻറ്റി ഇറങ്ങിയിട്ടൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ എമൗണ്ട് അതായത് 5 കോടി രൂപയുടെ ആസ്തിയാണ് നീ മേടിക്കാൻ പോകുന്നത്. 5 കോടി ഇല്ല 3 കോടി ഉള്ളെന്ന് പറയുമ്പോഴത്തേക്ക് 3 കോടി ഉള്ളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 കോടി ഇപ്പോൾ 5-10 ലക്ഷം രൂപ ഓരോരുത്തർ കുറയ്ക്കും. ഓരോ ദിവസം ആകുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്ത് പറയുമ്പോഴത്തേക്ക് സ്ഥലത്തിൻ്റെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഇതന്നെ ഇവിടെ കുറയുന്നത് 5 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് 3 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 കോടി രൂപ 2 കോടി രൂപ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നു. ഇവിടുത്തെ ശ്രീകാന്തും പറയുന്നുണ്ട്, വർഷയും പറയുന്നുണ്ട്. അതുകൂടാതെ പറയും സച്ചി പറയുന്നത് അതിൻ്റെ പ്രേതബാധ്യതയുള്ള വീടാന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്ക് രേവതി പറയും അല്ലെങ്കിൽ പിന്നെ ആരും കുറച്ച് കൊടുക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്ന ഡിസ്കറേജ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഉടനെ ശ്രുതി പറയുക ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് ഇവിടെ നടക്കുമെന്ന് എനിക്ക് ക്രോസ് ടോക്ക് ഇങ്ങനെ നടക്കുമെന്ന് അറിയാം, നമ്മളെന്തെങ്കിലും മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അസൂയ നോക്കുമെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾക്ക് അസൂയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അത് കഴിഞ്ഞാൽ പറയാം. ഇപ്പം വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ എല്ലാവരും അഡ്വാൻസ് കൊടുത്തിട്ട് ആ വീട്ടിൽ പോവുക. 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ട് വരുത്തുന്നു. 2 ദിവസം സ്റ്റേ ചെയ്യും. അതിനിപ്പോൾ തന്നെ പോയി കണ്ടിട്ട് വന്നാൽ പോലും അല്ല അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. നമുക്ക് സ്റ്റേ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോയി സ്റ്റേ ചെയ്തിട്ട് വന്നാൽ മതി എന്നുള്ള രീതി നമ്മുടെ ശ്രുതി പറയുമ്പോൾ അപ്പം ശ്രീകാന്ത് പറയുമ്പോൾ എനിക്കും വർഷം പറഞ്ഞത് എനിക്ക് ലീവ് കിട്ടത്തില്ല, 2 ദിവസത്തേക്ക് ലീവൊന്നും കിട്ടത്തില്ലെന്ന് പറയാം. ഉടനെ ശ്രീകാന്ത് പറയും എനിക്കും ലീവ് കിട്ടത്തില്ല, കാരണം കുറേ ഓർഡർ എടുക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് അവർ എഴുന്നേറ്റ് പോവുകയാണ്. ഉടനെ ശ്രുതി പറയണം അല്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇവിടെ ആരും വരുത്തുന്നില്ലല്ലോ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും സച്ചി പറയുക ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ചുകൊണ്ട് പുറത്ത് പോയിട്ട് പറയുക എടാ നമ്മളങ്ങനെ പോകരുത്, നീ നാളെ വരണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചേട്ടനല്ലേ സാധാരണ പറയാൻ സുധീറിൻ്റെ പരിപാടിക്കൊന്നും പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ അതല്ലടാ നമ്മളിപ്പോൾ പോയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അസൂയുള്ളതായിട്ട് തോന്നും, അത് നമുക്ക് പോകണം. മാത്രമല്ല 5 കോടി രൂപയുടെ ആസ്തിയുള്ള സാധനം അവനത് മേടിക്കുന്നതിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാരണം അവനത് കബളിപ്പിക്കപ്പെടും എന്നുള്ള രീതി. മാത്രമല്ല കാരണം നമ്മൾ 2 ദിവസം പോയി സ്റ്റേ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ല. അപ്പം അവനും അത് സത്യസന്ധമുള്ളതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ സച്ചിടം പറയുന്ന പോലെ ചെയ്യാം, നമുക്ക് 2 ദിവസം ലീവ് എടുക്കാം എന്നുള്ളത് വർഷം വന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇവള്
രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പോയേക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും 4 പേര് ഡിസിഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിൽ കൊണ്ട് അവസാനിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് വിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈകിട്ട് പ്രൊമോ വീഡിയോയും ചില ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അതെല്ലാം കാണാൻ വേണ്ടി നിങ്ങളെ ഒരു കൂടി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക്സ്.